നമസ്തേ. ഗീതാസപര്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസപര്യയിൽ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 33, 34 ശ്ലോകങ്ങളാണ് നാം വിചാരം ചെയ്യുന്നത്. കർമ്മത്തെക്കുറിച്ചാണ് ശ്രീ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തേർത്തട്ടിൽ അർജുനൻ കർമ്മവിമുഖനായി തളർന്നിരിക്കുന്നു. ഇങ്ങനെ കർമ്മവിമുഖനായി തളർന്നിരിക്കാനുള്ള കാരണം അർജുനൻ്റെ തെറ്റായ ചിന്തയാണ്, ആശയങ്ങളിലുള്ള ഒരു തെറ്റാണ്. താൻ യഥാർത്ഥത്തിൽ തൻ്റെ കർത്തവ്യമാണ് ചെയ്യുന്നത് എന്ന ഭാവം വിട്ടിട്ട് താൻ തൻ്റെ പിതാമഹനെയും ഗുരുവിനെയും ദ്രോഹിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത അർജുനൻ്റെ മനസ്സിൽ തെറ്റായി കടന്നുകൂടി. ഈ ചിന്ത പിതാമഹനും ഗുരുവിനും ഇല്ല. അവരുടെ ധർമ്മമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായി അവിടെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ അർജുനന് തൻ്റെ ധർമ്മമാണിത്, തൻ്റെ സ്വധർമ്മമാണിത് എന്ന ആ ഒരു തോന്നൽ മറന്നുപോയിട്ട് അർജുനന് ആകെ മനസ്സിൽ ഈ കർമ്മവിമുഖത വന്നു. അങ്ങനെ വീണ്ടും അർജുനനെ കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കർമ്മത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കർമ്മം എന്ന് പറയുന്നത് 2 തലങ്ങളിലുണ്ട്. ഒന്ന്, പ്രകൃതി സഹജമായ കർമ്മം ആത്മനിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഒരാൾ നിർവഹിക്കുക. അപ്പോൾ പ്രകൃതി സഹജമായി ഇതുവരെ അനവധി ജന്മങ്ങളിലൂടെ ഒരാൾ അനുഭവിച്ചു വന്നതെല്ലാം ഉള്ളിൽ വാസനയായി, പ്രേരണകളായി, സംസ്കാരമായി കിടക്കുന്നുണ്ട്. ആ സംസ്കാരങ്ങൾ, പ്രേരണകൾ ഉണർന്നു വന്ന് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഒരാളെ കർമ്മം ചെയ്യിക്കുന്നു. മനസ്സിൽ തോന്നലുണ്ടാകുന്നു, പ്രേരണയുണ്ടാകുന്നു, ആ പ്രേരണയുടെ ഫലമായി കർമ്മം ചെയ്യുന്നു. ഇങ്ങനെ ഈ പ്രകൃതി സഹജമായ കർമ്മത്തിൽ മനുഷ്യൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു കർമ്മമുണ്ട്. ആ കർമ്മം എന്ന് പറയുന്നത് ഞാൻ ശരീരമനസ്സുകളല്ല, ഞാൻ ആത്മാവാണ്. ഈ ശരീരമനസ്സുകളിൽ നിന്ന്, നശ്വരമായ ഈ ശരീരമനസ്സുകളിൽ നിന്ന് നിത്യവസ്തുവായ ആത്മാവാണ് ഞാൻ എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി മാറി നിൽക്കുമ്പോഴാണ് ആ ആളുടെ നേരത്തെ പറഞ്ഞ ആ പ്രകൃതി സഹജമായ കർമ്മത്തിൽ നിന്ന് മാറി ആ സ്വധർമ്മം എന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നെ ആ ആള് പ്രകൃതി സഹജമായ ഇന്ദ്രിയങ്ങളുടെ പ്രേരണയ്ക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളിലേക്കല്ല പോകുന്നത്. പകരം ആ ആള് എൻ്റെ ധർമ്മം എന്താണ്, ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ് എന്നുള്ള ബോധത്തോടു കൂടി വിവേകപൂർവം കർമ്മം ചെയ്തു തുടങ്ങും. അത് കർമ്മത്തിൻ്റെ വളരെ ഉദാത്തമായ മറ്റൊരു തലമാണ്. ഇതാണ് ഇന്നത്തെ ഈ ഗീതാസപര്യയിൽ നാം കാണുന്നത്. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഹ ജ്ഞാനവാൻ അപി. ജ്ഞാനവാൻ പോലും, ഇവിടെ ജ്ഞാനവാൻ എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ശാസ്ത്രങ്ങളിലും ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളിലും മറ്റും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി, ആത്മാവാണ് സത്യം, മറ്റ് ശരീരമനസ്സുകളും ജഗത്തിലുള്ളതെല്ലാം തന്നെ നിരന്തരം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും അനശ്വരമായതല്ല, എല്ലാം നശ്വരമാണ്, ആത്മാവാണ് സത്യം, ആത്മാവാണ് അനശ്വരമായ യാഥാർത്ഥ്യം എന്നൊക്കെ അയാൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ്, ജ്ഞാനവാനാണ്. പക്ഷേ എന്നാലും അയാൾക്ക് അനുഭവമില്ല. അതുകൊണ്ട് പ്രകൃതേഹ സദൃശം സ്വസ്യാഹ പ്രകൃതേഹ സദൃശം ചേഷ്ടതേ അയാൾ പ്രവർത്തിക്കുന്നു. സ്വന്തം പ്രകൃതിക്ക് സദൃശമായി അയാൾ നിരന്തരം ചേഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ പ്രകൃതി? പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് അനവധി ജന്മങ്ങളിൽ ചെയ്ത, അനുഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ വാസനാരൂപത്തിൽ, സംസ്കാര രൂപത്തിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ സംസ്കാരം ഇളകി വന്നിട്ട് ഈ മനസ്സിലും അതുപോലെ ഇന്ദ്രിയങ്ങളിലും, കണ്ണില്, കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നത് ഈ വാസനയ്ക്കനുസരിച്ച അനുരൂപമായ കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ കാണൂല,
ചീത്ത കാര്യങ്ങളെ കാണുള്ളൂ. കാരണം ആ വാസന എങ്ങനെയായതുകൊണ്ട്. മനസ്സിലായില്ല? അതേപോലെ കേൾക്കാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതിലായിരിക്കില്ല. ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ അതിലേക്ക് ശ്രദ്ധ പോകും. കാരണം വാസന അവിടെയാണ്. അങ്ങനെ ആ വാസനയ്ക്കനുസരിച്ചാണ് എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സ്വസ്യാഹ പ്രകൃതേഹേ സദൃശം ജ്ഞാനവാൻ അപി ചേഷ്ടതേ. സ്വന്തം പ്രകൃതിക്ക് സദൃശമായി അനുസരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾ പോലും പ്രവർത്തിക്കുന്നു. പ്രകൃതിയും യാന്തിഭൂതാനി. ഭൂതങ്ങൾ പ്രകൃതിയെ തന്നെ പിന്തുടരുന്നു. തൻ്റെ ഉള്ളിലുള്ള ഈ വാസനകളെ തന്നെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വാസനകൾ അത്ര സ്ട്രോങ് ആണെന്നർത്ഥം, അത്ര ശക്തമാണ്. അതിനെ തന്നെ നിരന്തരം മനുഷ്യൻ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു നല്ല സാഹചര്യത്തിൽ ചെന്നാലും, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ചെന്നാലും അവിടെയുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിരിക്കും ഈ മനസ്സ് ശ്രമിക്കുന്നത്. കാരണം മനസ്സിൻ്റെ സംസ്കാരം അങ്ങനെയാണ്, ആ മനസ്സിനകത്തുള്ള പ്രേരണ അങ്ങനെയാണ്. അതാണ് ആ സ്വന്തം പ്രകൃതിയെ, തൻ്റെ ഉള്ളിലുള്ള ഈ പ്രേരണകളെ, വാസനകളെ, വളരെ സട്ടിലായിട്ടുള്ള സൂക്ഷ്മമായ ടെൻഡൻസികളെ ഇയാൾ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രകൃതിയും യാന്തി ഭൂതാനി. പ്രകൃതിയെ തന്നെ ഇങ്ങനെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിഗ്രഹ കിം കരിഷ്യതി. ഇതങ്ങനെ അല്ലാതെ മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. കാരണം ഈ വാസനയ്ക്കനുസരിച്ചാണ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിഗ്രഹ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാനുള്ള ശ്രമം. ഈ നിയന്ത്രിക്കാനുള്ള ശ്രമം ശരിയായ രീതിയിൽ, ഉപായങ്ങളിലൂടെ ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ നിയന്ത്രണം ഫലിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ വാസന എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതിൻ്റെ ആ ഒരു ശക്തമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രീ ഭഗവാൻ നിഗ്രഹ കിം കരിഷ്യതി. ആ നിയന്ത്രണം കൊണ്ട് എന്താ പ്രയോജനം? നിഗ്രഹ കിം കരിഷ്യതി. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ പ്രയോജനമില്ല എന്നല്ല, പ്രയോജനമുണ്ട്. അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ആ നിയന്ത്രണത്തിന് പ്രയോജനമുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. ഇന്ദ്രിയങ്ങൾക്ക്, ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക്, അതേപോലെ കർമ്മേന്ദ്രിയങ്ങൾക്ക്, അതേപോലെ മനസ്സിന്, ഇങ്ങനെ 11 ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങൾക്ക് ആ ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിൽ, കണ്ണിന് കാഴ്ച വസ്തുക്കളിൽ, അതുപോലെ കാതിന് കേൾവിയിൽ, അതേപോലെ മൂക്കിന് ഗന്ധത്തിൽ, അതേപോലെ നാവിന് ടേസ്റ്റിൽ, അതുപോലെ സ്കിന്നിന് സ്പർശനത്തിൽ ഒക്കെ ആണ് അതിൻ്റെ താല്പര്യങ്ങൾ. രാഗവും ദ്വേഷവും ആണ് താല്പര്യം. 2 തരത്തിലാണ്. രാഗം എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ, ദ്വേഷം എന്ന് പറഞ്ഞാൽ റിപ്പൽഷൻ, അതിൽ നിന്നുള്ള വികർഷണം. അപ്പം ആകർഷണ വികർഷണങ്ങൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾക്ക്, ചിലത് നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിലത് കാണാൻ നമുക്ക് ഒട്ടും ഇഷ്ടമില്ല. അതാണ് ആ ആകർഷണവും വികർഷണവും, രാഗവും ദ്വേഷവും. ഇത് വ്യവസ്ഥിതവും, ഇത് വ്യവസ്ഥിതങ്ങളാണ്. വ്യവസ്ഥിതം എന്ന് പറഞ്ഞാൽ ഈ വാസനയ്ക്കനുസരിച്ച്, അതായത് പൂർവ കർമ്മങ്ങളുടെ ഫലമായി ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ സംസ്കാരത്തിനനുസരിച്ച് ഈ ഇന്ദ്രിയങ്ങൾ കണ്ണുകൊണ്ട് അത് കാണാനായിരിക്കും താല്പര്യം. അല്പം ഈ ഒരു പ്രത്യേക സന്ത്രാസമൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ കാണാനായിരിക്കും താല്പര്യം. അതേസമയം പോസിറ്റീവായിട്ടുള്ള, നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന, നമുക്ക് പ്രോഗ്രസീവായിട്ടുള്ള അറിവ് പകരുന്ന വിഷയങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഈ സംസ്കാരത്തിൻ്റെ ബലം കൊണ്ട്, ഉള്ളിൽ കിടക്കുന്ന ആ വാസനകളുടെ ബലം കൊണ്ട്. അതാണ്, അത് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്, അത് വ്യവസ്ഥിതമാണ്. ഇന്ദ്രിയസ്യ അർത്ഥേ, ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയാർത്ഥങ്ങളിൽ രാഗവും ദ്വേഷവും വ്യവസ്ഥിതമാണ്. രാഗം എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ, അതുപോലെ ദ്വേഷം എന്ന് പറഞ്ഞാൽ റിപ്പൽഷൻ. ഇത് ഈ ആകർഷണ വികർഷണങ്ങൾ ഈ സംസ്കാരത്തിൻ്റെ ഫലമായി, വാസനയുടെ ഫലമായി
വ്യവസ്ഥിതമാണ്. അതാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത്. പക്ഷേ ശ്രീ ഭഗവാൻ ഉപദേശിക്കുന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. എന്താണ്? ഞാൻ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും കലർന്ന ഈ ശരീര മനസ്സുകളല്ല ഞാൻ, ഈ ബോഡി മൈൻഡ് യൂണിറ്റ് അല്ല ഞാൻ, അത് ക്ഷേത്രമാണ്. ഞാൻ ക്ഷേത്രജ്ഞനാണ്, ആത്മാവാണ്. ആ ഞാൻ ആത്മാവാണെന്നുള്ള ഭാവം കൊണ്ട്, ആ തിരിച്ചറിവ് കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് സാക്ഷിഭാവത്തിൽ മാറി നിൽക്കുക. അതാണ് തയോഹോ ന വശം ആഗച്ഛേത്. ഈ ഇന്ദ്രിയങ്ങളുടെ ആ നിയന്ത്രണവശത്തിൽ പെട്ടുപോകരുത്. അതാണ് തയോഹോ ന വശമാഗച്ഛേൽ. ഇന്ദ്രിയങ്ങൾ പറയുന്ന വഴിക്കല്ല പോകേണ്ടത്. പകരം എൻ്റെ ഉപകരണങ്ങളായ മനസ്സും ഇന്ദ്രിയങ്ങളും മാത്രമാണിത്. എനിക്ക് കർമ്മം ചെയ്യാനും അതേപോലെ ജ്ഞാനസമ്പാദനത്തിനും വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും എന്ന ഭാവത്തിൽ ശരീര മനസ്സുകളിൽ നിന്ന് അല്പം ഇങ്ങനെ ഒരല്പം അകലം പാലിച്ചുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് ഈ ഇന്ദ്രിയങ്ങളുടെ വശകനായി തീരാതിരിക്കുന്ന കർമ്മം. അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഈ പ്രകൃതി വശനല്ല, പ്രകൃതിയുടെ നിയന്ത്രണത്തിലല്ല. അയാൾ പ്രകൃതിയിൽ നിന്ന് മുക്തനായി നിൽക്കുന്ന അവസ്ഥയാണ്. അതാണ് മുക്തി, മോക്ഷം എന്ന് പറയുന്നത്. ഭൂതപ്രകൃതി മോക്ഷം എന്ന് ഭഗവത്ഗീത പറയും. ഈ ആത്മാവിന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മോക്ഷമാണ് ഈ അവസ്ഥ. അതായത് ഈ പ്രകൃതിയിൽ നിന്ന്, ഈ പറയുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇവയിൽ നിന്ന് ഈ ആത്മാവ് ഒരൽപ്പം ഒരു ഡിസ്റ്റൻസ് പാലിച്ച് അങ്ങനെ നിൽക്കുന്ന അവസ്ഥ. അതാണ് തയോഹോ നവശമാഗച്ഛേത്. ഇത് രണ്ടവസ്ഥയാണ്. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും എന്നത് ആ ഇന്ദ്രിയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് വാസനയ്ക്കനുസരിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഒരാളുടെ അവസ്ഥ. അതേസമയം തയോഹോ നവശമാഗച്ഛേത് എന്ന് ശ്രീ ഭഗവാൻ ഉപദേശിക്കുന്നു, അതിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടുപോകരുത് എന്ന്. അങ്ങനെ പെട്ടുപോകാതെ ചെയ്യുന്നതായ കർമ്മങ്ങൾ, ഞാൻ ആത്മാവാണെന്നുള്ള ഭാവത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് മറ്റൊരു തരത്തിലുള്ള കർമ്മമാണ്. തൗഹി അസ്യ പരിപന്ഥിനവും. ഈ രാഗദ്വേഷങ്ങൾ, ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്നതായ ആകർഷണവും വികർഷണവും ശത്രുക്കളാണ്. പരിപന്ഥിനവും, പരിപന്ഥി എന്ന് പറഞ്ഞ ശത്രു, പരിപന്ഥിനവും ഇത് ശത്രുക്കളാണ്. ഇത് രണ്ടു തരത്തിൽ നമ്മളെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ശത്രുക്കളാണ് എന്ന ബോധമാണ് ഇതിൽ നിന്ന് ഒരാൾക്ക് മാറി നിൽക്കാനുള്ള ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരായുധം ഉണ്ടെന്നിരിക്കട്ടെ. ഈ ആയുധം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കത്തി ഉണ്ടെന്നിരിക്കട്ടെ. ഈ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് കറിക്കരിയാനോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതേസമയം ഇതേ കത്തി നമ്മുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചാൽ ഈ കത്തി നമ്മുടെ ശത്രുവായിത്തീരും. അതാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഈ ഇന്ദ്രിയങ്ങളെ ആ ആവശ്യത്തിനനുസരിച്ച് ധർമാനുസൃതം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വധർമ്മം ചെയ്യുന്നയാളായിത്തീരും. അതേസമയം ഈ ഇന്ദ്രിയങ്ങൾക്ക് വശനായിത്തീരുമ്പോൾ നമ്മൾ പരധർമ്മമായിത്തീരുക ചെയ്യുന്നത്. അങ്ങനെ ആ സ്വധർമ്മം പരധർമ്മം എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം സംസാരിക്കുന്നത്. അതിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.